ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ഓരോ നേട്ടങ്ങളിലും അഭിമാനം കൊള്ളുന്ന ഒരു ഗ്രാമമുണ്ട് തിരുവനന്തപുരത്ത്. തുമ്പ എന്ന ഈ മത്സ്യബന്ധന ഗ്രാമത്തിലെ വിശ്വാസികൾ സൊമനസാലെ വിട്ടുനൽകിയ ആരാധനാലയം കേന്ദ്രമാക്കി തുടക്കമിട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് 60 വർഷം മുൻപ് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ആകാശത്തിന്റെ അനന്തതയിലേക്ക് ഉയർന്ന് ഇന്നത്തെ നേട്ടങ്ങളിലെത്തിയത്. ഇത് തുമ്പയിലെ ഓരോ മനുഷ്യനെയും അഭിമാനപുളകിതരാക്കുന്നു. 1963 നവംബർ 21 ആദ്യമായി ഇവിടുത്തെ ലോഞ്ച് പാഡിൽ നിന്ന് ആകാശത്തിലേക്ക് റോക്കറ്റ് ഉയർന്നു പറന്നതോടെ ഇന്ത്യൻ ബഹിരാകാശ വികാസങ്ങളുടെ ഭൂപടത്തിൽ ഈ മത്സ്യബന്ധന ഗ്രാമത്തിന് ഇടം മാത്രമല്ല ഇരിപ്പിടവും ലഭിച്ചു. 1963 നവംബർ 21 വൈകിട്ട് 6:37 നൈക്കി അപ്പാഷെ എന്ന ആദ്യ റോക്കറ്റ് തുമ്പയിലെ ലോഞ്ചിങ് പാഡിൽ നിന്നും കുതിച്ചുയർന്നപ്പോൾ VSSCക്കായി വിട്ടുകൊടുത്ത പഴയ ഗ്രാമത്തിലേക്ക് ആ കാഴ്ച കാണാൻ കുട്ടിക്കാലത്തെത്തിയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പള്ളിത്തുറ സ്വദേശിയും കേരള സർവകലാശാലയിലെ മുൻ മലയാളം പ്രൊഫസറുമായിരുന്ന ഡോക്ടർ FM ലാസർ. ചന്ദ്രയാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ ഉയർന്ന കയ്യടികളും കരഘോഷവും എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ആണല്ലോ ആദ്യത്തെ റോക്കറ്റ് പറന്നുയർന്നത്. ഇന്ത്യയുടെ ആ മഹാചരിത്രം എടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വമ്പൻ സംവിധാനത്തിലേക്ക് അത് ഉയർന്നതിനുള്ള അഭിമാനം കൊണ്ട് ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരുന്നു അന്ന്. അതാണ് ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും പോകാനും വരാനും അവരുടെ ആഹ്ലാദം പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുന്നത് പിന്നെ ഒരു തലമുറയുടെ പിന്നെ സംഭാവന കൊണ്ട് വന്നു. അതാണല്ലോ ഇവിടെ ആമേൻ സംസ്കാരം വരുന്നത്, ഡോക്ടർ വിക്രം സാരാഭായ് വരുന്നത്, APJ അബ്ദുൽ കലാം വരുന്നത്, പിന്നെ ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേര വരുന്നത്. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ നടന്നു കണ്ട മണ്ണാണിത്. ഈ കാണുന്ന കെട്ടിടങ്ങളായിരുന്നാലും കോളനി ആയിരുന്നാലും ഒരുപാട് മഹത്തുക്കൾ ഇവിടെ നടന്നു കണ്ടിട്ടുള്ള സൃഷ്ടിച്ചതാണ്. 1544 തുമ്പയിലെത്തിയ ഫ്രാൻസിസ് സേവ്യർ എന്ന ക്രിസ്ത്യൻ മിഷണറി സ്ഥാപിച്ച സെൻറ് മേരീസ് മഗ്ദലേന പള്ളിയാണ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി വിശ്വാസികൾ സൊമനസാലെ വിട്ടു നൽകിയത്. ഈ പള്ളി ഇന്ന് VSSCക്കുള്ളിൽ സ്പേസ് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. 1962 എല്ലാം വിട്ടുകൊടുത്ത് തുമ്പ ഗ്രാമം വിട്ടിറങ്ങിയ നാട്ടുകാർക്കായി ISRO തന്നെ പള്ളിത്തുറയിൽ പള്ളി പണിത് നൽകുന്നത്. വിട്ടുകൊടുത്ത പള്ളിയുടെ പിറകിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരിക്കുന്ന പൂർവികരെ കാണാൻ എല്ലാ വർഷവും നവംബർ 2 ഇന്നും പള്ളിത്തുറക്കാർക്കായി VSSCയുടെ ഗേറ്റുകൾ തുറക്കപ്പെടും. തുമ്പയിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ ഈ ഗ്രാമത്തിൻ്റെ ത്യാഗത്തെ സൂചിപ്പിക്കുന്നു. ഇന്നും ISROയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ഡോക്ടർ വിക്രം സാരാഭായിയുടെ മരണത്തെ തുടർന്ന് 1972 ഇത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അഥവാ VSSC എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ 60ാം വാർഷികാഘോഷങ്ങൾ നവംബർ 25 തുമ്പയിൽ സംഘടിപ്പിക്കുന്നുണ്ട്.